ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിലെ മസ്ദൂർ എന്ന് പറയുന്നൊരു തസ്തികയുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായിട്ടാണ്. എല്ലാവരും അറിഞ്ഞു കാണും, അതിന്റെ യോഗ്യതയിൽ മാറ്റം വന്നിരിക്കുന്നു. ഈ ഒരു വീഡിയോ, അതായത് ഈ ഒരു യോഗ്യതയിൽ മാറ്റം വരുമെന്നും അതിന്റെ മാനദണ്ഡങ്ങൾ മാറുമെന്നും ഒക്കെ ഏതാണ്ട് 9 മാസത്തിന് മുമ്പ് ഏണസ്റ്റ് അക്കാഡമി കൃത്യമായി ഒരു വീഡിയോ ചെയ്യുകയും നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അന്ന് വന്ന വാർത്തകളായിരുന്നു. അതായത് ബോർഡ് എടുത്ത തീരുമാനവുമായി ബന്ധപ്പെട്ട് പത്രങ്ങളിൽ വന്ന വാർത്തകളുടെ കൃത്യമായിട്ട് അനാലിസിസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യങ്ങളായിരുന്നു അന്ന് നിങ്ങളോട് പറഞ്ഞത്. അന്ന് ആ പറഞ്ഞ കാര്യമാണ് ഇന്ന് നടപ്പിലായിരിക്കുന്നത്. ഗവൺമെന്റ് കൂടി അപ്രൂവ് ചെയ്തപ്പോൾ അത് നിയമമായിരിക്കുന്നു. അതായത് അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ITI എന്ന് പറയുന്ന ഒരു യോഗ്യതയായിട്ട് മാറുന്നു. അതായത് ITI ബിരുദധാരികൾക്ക് അല്ലെങ്കിൽ ITI യോഗ്യതയുള്ളവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വരികയാണ്. നേരത്തെ ധാരാളം വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് പോലും പാസ്സാവാത്തവർക്ക് വലിയ ശമ്പളം കിട്ടുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും ശരിയല്ല. കാരണം അവർ സർവീസിൽ കയറിയ ശേഷം, യോഗ്യത നേടിയ ശേഷമൊക്കെ തന്നെയാണ് അവർ ആ പോസ്റ്റുകളിലേക്കൊക്കെ പോകുന്നത്. അല്ലാതെ ആ നിർദ്ദിഷ്ട യോഗ്യതയിലല്ല അവർ ഈ പറയുന്ന പ്രൊമോഷനൊന്നും വാങ്ങുന്നത് എന്നുള്ളൊരു സത്യമാണ്. പൊതുജനം അത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ഇപ്പോൾ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഇനി എൻട്രിയിൽ പോലും നിങ്ങൾക്ക് എന്ത് വേണം, SLCയും +2 ഉണ്ടായിരിക്കണം എന്നൊരു മാനദണ്ഡം വന്നു. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട 9 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോയ്ക്ക് ആധാരമായിട്ടുള്ള പത്രക്കട്ടിംഗ് ആണ് ഇവിടെ കാണുന്നത്. ഇത് പ്രകാരം അന്ന് തന്നെ ഉണ്ടായിരുന്ന ഏതാണ്ട് 1909 ഒഴിവുകളും അതിൽ നിന്ന് പ്രൊമോഷന് ശേഷം അപ്പോൾ പ്രൊമോഷനായ ഒഴിവുകൾ ഏതാണ്ട് 4994 വേക്കൻസികളും ഉണ്ടായിരുന്നു എന്നാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ എണ്ണം നോക്കുമ്പോൾ അതിന്റെ എണ്ണം കൂടിയിരിക്കുന്നു. നമുക്കറിയാം KSEBയുടെ റോളും റെസ്പോൺസിബിലിറ്റീസും കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം പോസ്റ്റുകൾക്ക് അനവധിയായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ വരും. ഇവിടെയൊക്കെ എത്രയൊക്കെ മിഷണറികൾ വന്നാൽ പോലും അവിടെ മാൻ പവർ എന്ന് പറയുന്നത് കുറയ്ക്കാൻ പറ്റാത്തൊരു മേഖലയാണ്. അപ്പോൾ ഇതിന്റെ റോള് കൂടുകയുള്ളൂ. മാത്രമല്ല KSEB റാപ്പിഡായിട്ട് ഏതൊരു ഇൻസിഡന്റുകളിലും ഇടപെടേണ്ട ഒരു വിങ് ആയതുകൊണ്ട് തന്നെ ഇത്തരം റോഡുകൾക്കൊന്നും കുറയില്ല. അപ്പോൾ ഒരു ITI ഒരു ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, ITI ഗ്രൗണ്ടുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഓപ്പണിംഗ് ആണ് ഇത്. ഇവിടെ വെച്ചുകൊണ്ട്, ഈ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. KSEB സബ് എഞ്ചിനീയർ എന്നൊരു പറയുന്ന ഒരു തസ്തിക നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ KSEBക്കകത്ത് നടക്കുന്ന മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ പറയുന്ന രീതിയിൽ തന്നെ പ്രതീക്ഷിക്കാം. വളരെ പെട്ടെന്ന് തന്നെ വരാം. ഇവിടെ ഒരു ഗവൺമെന്റ് അപ്രൂവൽ എന്ന് പറയുന്ന ഒരു വിഷയം ഉള്ളത് കൊണ്ടാണ് ഇതിനൊരു ഡിലേ ഉണ്ടായത്. നിലവിലെ PSCയുടെ ഒരു രീതി കൃത്യമായിട്ട് മനസ്സിലാക്കണം. PSCക്ക് ഒരു പോസ്റ്റ് റിപ്പോർട്ട് ചെയ്താൽ അടിയന്തരമായിട്ട് നെക്സ്റ്റ് PSC യോഗത്തിൽ അത് കൺസിഡർ ചെയ്യുകയും അടുത്ത നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എക്സാമിനേഷനേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ കേവലം 3 മാസം 4 മാസമൊക്കെ ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ വരുമ്പോൾ KSEB സബ് എഞ്ചിനീയർ പോലുള്ള എക്സാമിനേഷനൊന്നും നിങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടില്ല. നമ്മൾ ചിന്തിക്കുമ്പോൾ കുറച്ചും കൂടി ഫോർവേഡായിട്ട് ചിന്തിക്കുക. കാരണം നമ്മൾ നേരത്തെ നടന്ന എക്സാമിനേഷനുകളെയാണ് അസസ് ചെയ്യുന്നതെങ്കിൽ ആ പാറ്റേണിൽ നിന്ന് മാറിക്കഴിഞ്ഞു. അതിന് ഇപ്പം നടന്ന എക്സാമുകൾ തന്നെ ഉദാഹരണമാണ്. ഒന്നല്ല, നിരവധി എക്സാമിനേഷൻ. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന എക്സാമിനേഷൻ ആണ്. ആ ഒരു എക്സാമിനേഷന് ഇതിനു മുമ്പ് നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം നടന്ന സമയം, ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം നടന്ന സമയം ഒന്ന് അനാലിസ് ചെയ്താൽ മതി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എന്ത് ചെയ്തു, എക്സാമിനേഷൻ നടന്നു കഴിഞ്ഞു. കൃത്യമായിട്ട് PSC അവരുടെ രീതി, പാറ്റേൺ മാറ്റി, അതായത് സ്പീഡപ്പ് ആക്കി കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. നല്ലൊരു കാര്യമാണ്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമാണ്. ഒന്നിലധികം എക്സാമുകൾ എഴുതാനുള്ള അവസരം അവർക്ക് കിട്ടും. അതായത് അവരുടെ ഒരു ലൈഫ് സൈക്കിളിൽ ധാരാളം എക്സാം എഴുതാനുള്ള അവസരങ്ങൾ കിട്ടും. അതൊരു നല്ല കാര്യമാണ്. ഇതിന്റെ ഭാഗമാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തയ്യാറെടുക്കാതെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരട്ടെ, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനെ പറ്റി യാതൊരു അവയർനെസ്സും ഇല്ല എന്നിങ്ങനെ ചിന്തിച്ചിരുന്നാൽ നിങ്ങൾക്ക് ലേസി ആയിട്ടിരിക്കാം. ഇരിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നതിനും കുഴപ്പമില്ല, പക്ഷെ കിട്ടണമെന്നില്ല. കിട്ടണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ തയ്യാറെടുത്ത് തുടങ്ങണം. കാരണം തയ്യാറെടുത്ത് തുടങ്ങിയ ധാരാളം ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അവര് ആ ജോലി ഡിസർവ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ജോലി വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ തയ്യാറെടുപ്പുകളുമായി തുടങ്ങേണ്ടത് അനിവാര്യമാണ്. ഇനി ഈ പോസ്റ്റിന്റെ മറ്റു വിശദാംശങ്ങൾ പറയാം. അതിൽ തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇപ്പോഴുള്ള ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. നേരത്തെ പുരുഷന്മാർക്ക് മാത്രമായിരുന്നു ഇതിന് അപേക്ഷിക്കാൻ കഴിയുന്നത്. ഇനിയും ഈ ഒരു പോസ്റ്റിലേക്ക്, ഇപ്പോഴത്തെ പോസ്റ്റിന്റെ കാര്യം എടുത്താൽ അതിൽ പുരുഷ ഉദ്യോഗാർത്ഥികളുടെ മിനിമം ഉയരം 187.48 സെന്റിമീറ്റർ ആയിരിക്കണം. ഇനി സ്ത്രീകളുടെ എടുത്തു കഴിഞ്ഞാൽ 144.7 സെന്റിമീറ്റർ ആയിരിക്കണം. ഇനി ഭിന്നശേഷിക്കാർക്ക് 4% ഇതിൽ സംവരണം ഉണ്ടായിരിക്കും. പുറം ജോലിക്ക് ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കണം. അതായത് പുറം ജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ശാരീരിക ക്ഷമതയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള, വളരെയധികം ഡിഫിക്കൽറ്റി ഉള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ആ ഒരു മാനദണ്ഡം ഇവിടെ ഉണ്ട്. കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലികളൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ പുതിയ യോഗ്യതകളൊക്കെ മാനദണ്ഡമായി വന്ന ഉടൻ തന്നെ ഇത് PSCക്ക് റിപ്പോർട്ട് ചെയ്യും.
അപ്പം റിപ്പോർട്ടിംഗ് ചെയ്താൽ എന്ത് പറ്റും? സ്വാഭാവികമായിട്ടും അടുത്ത PSC യോഗത്തിൽ കൺസിഡർ ചെയ്യും, ഈ ഒരു നോട്ടിഫിക്കേഷൻ വരും. ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. വളരെയധികം പെട്ടെന്ന് മാറിക്കഴിഞ്ഞു PSC എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ കരുതുന്നത്. കാരണം നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറം കാര്യങ്ങൾ പോകും. പെട്ടെന്ന് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടാതായി കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്കത് വളരെ വലിയൊരു നഷ്ടമായിരിക്കും. അപ്പോൾ മറക്കാതിരിക്കുക, ഇലക്ട്രിക്കലിന്റെ കോർ സബ്ജക്ട്സ് മുഴുവൻ നമുക്ക് കൃത്യമായിട്ട് പഠിക്കുക, PSCയുടെ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യനുകൾ പ്രാക്ടീസ് ചെയ്ത് വരിക. നോട്ടിഫിക്കേഷന് ശേഷമുള്ള സമയം കുറച്ചും കൂടി നിങ്ങളുടെ പഠനം സ്ട്രെങ്തൻ ആക്കാനുള്ള ടൈം എടുക്കുക. മത്സരം വളരെയധികം കൂടുകയാണ്. ഓരോ വർഷം കഴിയുന്തോറും ഉദ്യോഗാർത്ഥികൾ നന്നായിട്ട് എഫർട്ട് ഇടുന്നുണ്ട്. അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിഫിക്കൽട്ടി ലെവലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനുകളുടെ എണ്ണവും കൂടും. ഇവയൊക്കെ ഓവർകം ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ തയ്യാറെടുപ്പുകൾ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്ക്രീൻ ഔട്ട് ആയി പോകും, നമുക്കതിൽ റോൾ ഇല്ലാതെ വരും. നമ്മൾ റാങ്ക് ലിസ്റ്റിൽ കയറാൻ വേണ്ടിയല്ല പഠിക്കേണ്ടത്, നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ വരാൻ വേണ്ടിയാണ് പഠിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ കരിയറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന ഒരു നല്ല പൊസിഷനിൽ എത്തുകയുള്ളൂ. ഇപ്പൊ ഈ ഒരു സബ് എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസ്റ്റിൽ നിന്ന് തന്നെ പ്രൊമോഷൻ കിട്ടി പോകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല 10% കോട്ടയിൽ AE എക്സാമിനേഷൻ എഴുതാനുള്ള സാധ്യതയുണ്ട്. ഇവയിലൊക്കെ അനന്തമായ സാധ്യതകൾ ഉള്ളതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ഒരു പോസ്റ്റിലുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുക. ഇനി പറയാനുള്ളത്, സബ് എഞ്ചിനീയറിന്റെ കോഴ്സുകൾ ഏണസ്റ്റ് അക്കാഡമി തുടങ്ങിയിരിക്കുകയാണ്. ഈ ഒരു വളരെ പ്രധാനപ്പെട്ട സമയമാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ. ഈ ഒരു ലോങ് ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠനം തുടങ്ങാം. ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്താൽ, അതായത് നിങ്ങളുടെ പഠനം തീരുന്നവരെ ഈ കോഴ്സ് കിട്ടും. മാത്രമല്ല നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ് സപ്പോർട്ടും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുന്നതിനായിട്ട് ലൈവ് ഡൗട്ട് ക്ലിയർ സെഷൻസ് ഉണ്ട്. അങ്ങനെ നിരവധി ഫീച്ചേഴ്സ് ആണ് ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ ഒരു എക്സാമിനേഷനെ ക്രാക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും കൂടുതൽ അറിയുന്നതിനും താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.